അപ്പോൾ ഇന്നത്തെ പരിപാടി ഒരു ഷോപ്പിംഗ് വ്ളോഗാണ് കേട്ടോ. നമുക്കൊരു ബർത്ത്ഡേ ഉണ്ട് മൺഡേ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഗിഫ്റ്റ് മാത്രം വാങ്ങിയാൽ മതി എന്ന് പറഞ്ഞ് പോയൊരു ഷോപ്പിംഗ് ആണ്. പക്ഷേ അവിടെ എത്തിയപ്പം നമ്മൾ ഗിഫ്റ്റ് മറന്ന് ബാക്കി സാധനങ്ങൾ വാങ്ങുകയും ചെയ്ത ഒരു അടിപൊളി വ്ളോഗാണ്. കാരണം നമുക്ക് അവിടെ എത്തിയപ്പം പൊതുവെ അറിയാമല്ലോ, അവിടെ എത്തുമ്പോൾ നമുക്ക് ഗിഫ്റ്റ് അങ്ങ് മറന്ന്, ഗിഫ്റ്റ് വാങ്ങാനുള്ള കാര്യം മറന്ന്. അത് പിന്നെ ലാസ്റ്റ് ഒരു ഗിഫ്റ്റ് വാങ്ങി ബാക്കി മൊത്തം നമുക്ക് വേണ്ടിയിട്ടൊരു ഷോപ്പിംഗ് ഡേ ആയിട്ട് മാറിയത്. നമ്മൾ ഫസ്റ്റ് പോയത് വിശാൽ മെഗാ മാർട്ടിലാണ് കേട്ടോ. ഇവിടെ വന്നാൽ ചെറിയ വിലക്ക് സാധനങ്ങൾ കിട്ടുന്ന ഒരു ഷോപ്പാണ്, ഒരു മാൾ പോലത്തെ ഒരു സംഭവമാണ്. നല്ല അടിപൊളിയാണ്. കാരണം എല്ലാ സാധനം കിട്ടും, ഡ്രസ്സ്, ഗ്രോസറീസ്, പിന്നെ ഇങ്ങനത്തെ നമുക്ക് വേണ്ട കിച്ചണിലേക്ക് വേണ്ട പ്ലേറ്റ്, ഗ്ലാസ്, ഗ്യാസ് സ്റ്റൗ, എല്ലാ സാധനങ്ങളും ചെറിയ വിലക്ക് നമുക്ക് വാങ്ങാൻ പറ്റുന്ന അതായത് 29 റുപ്പീസ് മുതൽ ഒരു 1000 റുപ്പീസ് വരെ ആണ് എടുത്തൊരു പ്രൈസിങ് റേഞ്ച് വരുന്നത്. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഷോപ്പിംഗ് എല്ലാം കഴിഞ്ഞപ്പോൾ നമുക്ക് നല്ലോണം വിശം. നമ്മൾ പറഞ്ഞാൽ ഒരു ആനയെ തിന്നാനുള്ള വിശപ്പുണ്ടെന്ന് പറഞ്ഞപ്പം അമൽ സാറ് നമ്മളോട് പറഞ്ഞു ബാർബിക്യൂ നേഷനിൽ പോവാം. അവിടെ ആകുമ്പോൾ നമുക്ക് ഇഷ്ടംപോലെ തിന്നാലോ. എടുത്ത സിസ്റ്റം എന്ന് പറഞ്ഞാൽ ഒരു ബുഫേ സിസ്റ്റമാണ്. ഒരാൾക്ക് പെർ പേഴ്സൺ ചാർജ് ചെയ്യുക അവർ 1000 റുപ്പീസാണ്, അതായത് 999 ആണ് ഒരാൾക്ക് ചാർജ് വരുന്നത്. എന്നിട്ട് നമുക്ക് ഇഷ്ടം പോലെ എത്ര നേരം വേണമെങ്കിൽ രാവിലെ മുതലേ വന്നിട്ട് ഒരു 4:30 മണി വരെ ഇരുന്ന് കഴിച്ച് പോകാൻ പറ്റുന്ന ഒരു സ്ഥലമാണ് ബാർബിക്യൂ നേഷൻ. നമ്മൾ ഇതിൻ്റെ 3rd ടൈമാണ് കേട്ടോ ഇവിടെ പോകുന്നത്. അസ്സാമിൽ ഫസ്റ്റ് ടൈം, ഇതിന് മുമ്പ് UP-യിലുള്ളതും മാംഗ്ലൂറുള്ള ബാർബിക്യൂ നേഷനിലും പോയിട്ടുണ്ട്. പക്ഷേ ഇവിടെ കുറച്ചും കൂടി നല്ല വലിയ ബാർബിക്യൂ ആണ്. ഇവിടുത്തെ സെറ്റപ്പ് കുറച്ചും കൂടെ നമുക്ക് നല്ല വിശാലമായിട്ട് തോന്നുകയും ചെയ്തു. നല്ല കുറേ ഐറ്റംസും ഉണ്ട്, വെറൈറ്റി ഐറ്റംസും ഉണ്ട്. പിന്നെ സ്റ്റാർട്ടേഴ്സിലാണ് തുടങ്ങൽ. സ്റ്റാർട്ടേഴ്സ് തന്നെ ഒത്തിരി വെറൈറ്റീസ് ഉണ്ട്. സ്റ്റാർട്ടേഴ്സ് നമുക്ക് ഈ ചിക്കന്, മീറ്റ്, ഫിഷ്, പിന്നെ പൈനാപ്പിൾ, പിന്നെ വെജിനാണെങ്കിൽ നമുക്ക് പനീറും പിന്നെ മഷ്റൂമാണ് ഉള്ളത്. മഷ്റൂം ഞാൻ ട്രൈ ചെയ്തിട്ട് നമുക്ക് ചിലപ്പോൾ അത് വയറ്റേക്ക് പിടിച്ചില്ലെങ്കിലോ എന്നൊരു പേടി. പക്ഷേ കഴിച്ചാൽ പറഞ്ഞത് നല്ലതായിരുന്നു പറഞ്ഞു. പിന്നെ ചാട്ട് ഐറ്റംസ് ആയിരുന്നു എൻ്റെ മെയിൻ ഫോക്കസ്. അതായത് പാനിപ്പൂരി ഉണ്ടായിരുന്നു, ദഹിപൂരി ഉണ്ടായിരുന്നു, പിന്നെ മറ്റേ പാപ്പടി ചാട്ട് ഉണ്ടായിരുന്നു. എല്ലാം ഒന്നിനൊന്ന് മെച്ചം. ഈ ചാട്ട് ഐറ്റംസ് ഞാൻ 2 പ്രാവശ്യം റിപ്പീറ്റ് ചെയ്ത് വാങ്ങിയൊരു സാധനമാണ് കേട്ടോ. പിന്നീട് ഇഷ്ടംപോലെ ആൾക്കാർ വരുന്നുമുണ്ട്, അധികം റഷില്ല. അധികം പാർട്ടിയെല്ലാം ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് കേട്ടോ. ഇവിടെ പാർട്ടി, പിന്നെ ഫേക്ക് ബർത്ത്ഡേസ് ഒരു മെയിൻ സംഭവമാണ്. അതായത് അവർക്കറിയാം നമ്മൾ ആരുടെ ബർത്ത്ഡേ അല്ല, നമ്മളിങ്ങനെ വന്നതാണ്. പക്ഷെ അവർ നമ്മളോട് ചോദിക്കും ആരുടെയെങ്കിലും ബർത്ത്ഡേ ഉണ്ടോ എന്ന്. അപ്പോൾ നമ്മൾ ഉണ്ട് എന്ന് പറഞ്ഞാൽ അവരൊരു കേക്ക് എടുത്തുകൊണ്ട് വരും. നമ്മൾ ലാസ്റ്റ് അത് ചെയ്തു കേട്ടോ, ആരുടെ ബർത്ത്ഡേ എന്ന് പറഞ്ഞിട്ട് ലാസ്റ്റ് ഒരു ഫേക്ക് ബർത്ത്ഡേ നമ്മൾ ഇതാക്കി. ഇതാണ് ചാട്ട് ഐറ്റംസ്. ഇഷ്ടംപോലെ നമ്മളിങ്ങനെ അവർ ഒരു സ്റ്റാഫ് ഇങ്ങനെ വെയിറ്റ് ചെയ്യും നമ്മൾ തിന്നാൻ വേണ്ടിയിട്ട്, തീർക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അവരിങ്ങനെ കൊണ്ടുവന്നുകൊണ്ടിരിക്കും. പിന്നെ നമ്മൾ സൊറ പറഞ്ഞ് ഇങ്ങനെ അതാണ് ഇവിടുത്തെ മെയിൻ. രാവിലെ മുതലേ വന്നാൽ ഇഷ്ടംപോലെ കഴിച്ചിട്ട് പോവാം. നമ്മൾ കൊടുത്ത പൈസക്ക് മുതലാക്കാൻ പറ്റിയൊരു സ്ഥലമാണ് ബാർബിക്യൂ നേഷൻ. പിന്നെന്താണ്, ഇതൊക്കെ ഇല്ലു ഇത് തിന്ന് മറിയുക, അത്ര തന്നെ ഇവിടെ പറയാനുള്ളത്. നല്ല സ്ഥലമാണ്. ആരെങ്കിലും പോയിട്ടില്ലെങ്കിൽ പോകാൻ പറ്റുകയാണെങ്കിൽ പോവാട്ടോ. നല്ലൊരു ഇതാണ്. നമുക്ക് ഫ്രണ്ട്സിൻ്റെ ഒന്നിച്ചിട്ട് പോവുകയാണെങ്കിൽ കുറച്ചും കൂടെ നമ്മൾ എൻജോയ് ചെയ്യും തോന്നും. നമ്മൾ ഒറ്റയ്ക്കായിട്ട് പോകുമ്പോൾ നമുക്ക് അത്രയും കഴിക്കാൻ പറ്റില്ല. നമ്മൾ ഈ ഫ്രണ്ട്സിൻ്റെ ഒന്നിച്ച് പോകുമ്പോൾ നമ്മൾ ഈ കഥയും പറഞ്ഞ് കഴിക്കുമ്പോൾ നമുക്കത്ര മടുക്കില്ല. പിന്നെ സ്വീറ്റ്സ് ഇഷ്ടംപോലെ ഉണ്ടായിരുന്നു. പിന്നെ ആര്യന് മെയിനായിട്ട് ഈ സ്വീറ്റ്സ് തന്നെ വേണ്ടത്. പിന്നെ ഇയാൾ ഇതെടുത്ത ഷെഫ് നമ്മളോട് വന്നിട്ട് റേറ്റ് ചെയ്യാൻ പറഞ്ഞു, എത്ര റിവ്യൂ ചോദിച്ചു. അപ്പോൾ നമ്മൾ റിവ്യൂ ചെയ്യാണ്. 8 വെരി ഗുഡ്. നമുക്കെടുക്കാം. വേണ്ട പാനിപ്പൂരി ഇവരെന്നെ ഇത് ഉണ്ടാക്കുന്നു. വേണ്ട റോൾ ചെയ്തിട്ട് ആപ്പിൾ പൈ വെച്ചോ ഫോട്ടോ എടുക്കാൻ വേണ്ടി എടുത്ത് വെച്ചിട്ടുണ്ട്. ഗുലാം ജാമുൻ എടുക്കുന്നുണ്ടോ? നീ ഗുലാം ജാമുൻ കഴിക്കുമല്ലോ. എനിക്കിത് മതി. അവിടെ സ്പൂൺ ഉണ്ടാ കഴിക്കുമ്പോ സൂപ്പ് എടുക്കുക. ടേസ്റ്റ് ചെയ്യണം. സൂപ്പ് ഇഷ്ടമാണ്.
ലെമൺ കൊറിയാൻഡർ ചിക്കൻ സൂപ്പ്. പിന്നെ അടുത്ത മെയിൻ കോഴ്സിൽ വെജും നോൺ വെജ് ഐറ്റംസും നല്ല വെറൈറ്റീസ് ഉണ്ടായിരുന്നു കേട്ടോ. ബിരിയാണി, പിന്നെ ഗുലാബ് ജാമുൻ ഞാൻ കഴിച്ചിട്ടില്ല, എനിക്ക് ഭയങ്കര മടുക്കും അത് കഴിച്ചപ്പോൾ, അതുകൊണ്ട് ഞാനത് എടുത്തിട്ടില്ല കേട്ടോ. പിന്നെ തന്നെ നമ്മൾ ഫ്രൂട്ട് സലാഡ് കാര്യങ്ങൾ, പായസം ഇടുന്നില്ല, തണുപ്പിച്ച് വെക്കുന്നതുകൊണ്ട് വലിയ ഞാൻ എടുത്തിട്ട് എനിക്ക് വലിയ താല്പര്യം ഉണ്ടായിട്ട്. സൂപ്പിന് 2 സൂപ്പാണ്, ഒരു വെജ് സൂപ്പും ഒരു നോൺ വെജ് സൂപ്പും ഉണ്ടായി. പിന്നെ മഞ്ചൂരിയൻ, വെജ് മഞ്ചൂരിയൻ, പിന്നെ ഇത് ചൗമീൻ, ഇത് പാലക് പനീറാണ് കേട്ടോ ഈ പച്ച കളർ കാണുന്നത്. കൊള്ളായിരുന്നു. ഞാൻ ഫസ്റ്റ് ടൈം പാലക് പനീർ ഇടുന്ന് ടേസ്റ്റ് ചെയ്തത്, നല്ലതായിരുന്നു, കുഴപ്പമൊന്നുമില്ല. പിന്നെ ഇവർ വെജ് ഐറ്റംസ് കുറേ ഉണ്ട്, ഞങ്ങൾക്ക് അതിൻ്റെ പേരൊന്നും അറിയില്ല. പിന്നെ ദാൽ റൈസ്, പിന്നെ ഡക്ക് ഉണ്ടായി. ഡക്ക് ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. സാധാരണ ഞാൻ മട്ടണും ചിക്കനുമാണ് കൂടുതൽ കാണൽ. ഡക്ക് നല്ല ടേസ്റ്റായിരുന്നു. ഞാൻ ഫസ്റ്റ് ടൈമാണ് ഡക്ക് ടേസ്റ്റ് ചെയ്യുന്നതും കൂടെ. എനിക്ക് ഇഷ്ടപ്പെട്ടു ഡക്ക് മീറ്റ്, നല്ലതായിരുന്നു. പിന്നെ മട്ടണാണിത്. മട്ടണും നല്ല ക്വാണ്ടിറ്റിയിൽ നല്ല പീസാണ്, നല്ല ടേസ്റ്റുള്ള നല്ല പീസാണ്. പിന്നെ ചിക്കൻ കുർമ എല്ലാം ഉണ്ട്. പിന്നെ റോട്ടി ഐറ്റംസ് നമുക്ക് വേണമെങ്കിൽ ട്രൈ ചെയ്യാം. ഇതാണ് കേട്ടോ ഞാൻ പറഞ്ഞ ഫേക്ക് ബർത്ത്ഡേ. അവന് കഴിച്ച് മടുത്ത്. എല്ലാം കൂടെ കഴിഞ്ഞ് തിന്ന് മടുത്തിട്ടാ. അതായത് നമ്മളവിടെ നിന്ന് ഇറങ്ങി ഒരു 5 മണിയാവും, 5-5:30 നമ്മളവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ. അതിന് നമ്മൾ നേരെ ഷോപ്പിങ്ങിന് പോകുന്നത്. ഒരു സെറ്റ് ഷോപ്പിംഗ് നമ്മൾ വിശാലിന് കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ട് അവിടെ താഴെ തന്നെ സെയിം ബിൽഡിങ്ങിൽ തന്നെ നമുക്ക് വെസ്റ്റ് സൈഡും കൂടെ കണ്ടു ഞാൻ. അപ്പോൾ ഞാൻ പറഞ്ഞു വെസ്റ്റ് സൈഡിൽ കൂടെ കയറാം. ഇവിടുത്തെ വെസ്റ്റ് സൈഡിൽ ഞാൻ കയറിയിട്ടില്ല, കാരണം ഇവിടുത്തെ വലിയ വെസ്റ്റ് സൈഡാണ്. നമുക്കൊരു കൊട്ടാരം പോലത്തെ ഒരു വെസ്റ്റ് സൈഡാണ്. ബിൽഡിങ്ങും കാര്യങ്ങളെല്ലാം അടിപൊളിയാണ് കേട്ടോ. അപ്പം ഒരു 3 ഫ്ലോർ ഉണ്ട്. എന്നോട് ഇവിടെ പറഞ്ഞിട്ടുണ്ട് എടുത്ത് വെസ്റ്റ് സൈഡ് ഭയങ്കര വലുതാണെന്ന് പറയുന്നത്, നല്ല കളക്ഷൻസ് ഉണ്ടെന്നാണ്. അപ്പോൾ ഞാൻ ഒന്നും വാങ്ങുന്നില്ല, ജസ്റ്റ് പോയിട്ട് വരാമെന്ന് മാത്രമേ പറഞ്ഞത് ഓർമ്മയില്ലൂ. എന്നിട്ട് അടുത്തപ്പം ഒടുക്കത്തെ ഓഫർ, വെസ്റ്റ് സൈഡിൽ നല്ല ഓഫർ നമുക്ക് സാധനം കിട്ടി. കാരണം സാധാരണ നമുക്ക് വെസ്റ്റ് സൈഡ് കുറച്ച് ഓവർ പ്രൈസ് ആയിട്ട് തോന്നിയിട്ടുണ്ട്, അതുകൊണ്ട് അങ്ങനെ പോകലില്ല. നമ്മുടെ ഒരു ഇതെന്ന് വെച്ചാൽ ട്രെൻഡ്സ്, സുഡിയോ, അങ്ങനെയാണ് നമ്മളധികം പോകല്, അല്ലെങ്കിൽ മാക്സ്. വെസ്റ്റ് സൈഡിൽ കുറവാണ് പോയത്. പക്ഷേ ഇപ്രാവശ്യം പോയപ്പോഴല്ല നല്ല കളക്ഷൻസും കിട്ടി, അത്യാവശ്യം നല്ല ഡിസ്കൗണ്ടും ഉണ്ടായിരുന്നു. നമുക്ക് തോന്നി ന്യൂ ഇയർ സെയിലാ മറ്റാണെന്ന് തോന്നുന്നു കേട്ടോ. നമ്മൾ ഒത്തിരി ട്രൈ ചെയ്തു, അത്യാവശ്യം നല്ല റഷും ഉണ്ടായിരുന്നു നമ്മൾ പോയപ്പം. പിന്നെ ഈ ട്രയൽ റൂമിലെല്ലാം കുറേ സമയം ക്യൂ എല്ലാം നിന്നിട്ടാണ് ഇതായത്. നമ്മളൊരു 5 മണിക്ക് കയറിയിട്ട് ഒരു 7-7:30 ആകുമ്പോഴാണ് നമ്മൾ വെസ്റ്റ് സൈഡിൽ നിന്ന് ഇറങ്ങിയത്. ഒത്തിരി ടൈം എടുത്ത് ഞങ്ങൾക്ക് ഞാനാകെ ഒരു ജീൻസ് മാത്രമേ വാങ്ങിയിട്ടുള്ളൂ, അധികം രാജുവേട്ടനാണ് വാങ്ങിയത് കേട്ടോ. രാജുവേട്ടന് നല്ല നല്ല ഷർട്ടും ടീഷർട്ടും കാര്യങ്ങളെല്ലാം ആയിരുന്നു കിട്ടി. നല്ലതായിരുന്നു വെസ്റ്റ് സൈഡ്, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഇനിയിപ്പം വെസ്റ്റ് സൈഡ് ഒരു സ്ഥിരം സ്പോട്ടാക്കാനാണ് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. അതുല്യയും 1-2 ഡ്രസ്സെല്ലാം ട്രൈ ചെയ്തു. അമൽ സാറിനും നല്ല കളക്ഷൻസ് കിട്ടി. നല്ലതായിരുന്നു, ഒരു നല്ല ഷോപ്പിംഗ് ഡേ ആയിരുന്നു കേട്ടോ ഇന്നലെ. നമുക്ക് ഒത്തിരി എൻജോയ് ചെയ്യാൻ പറ്റി, നല്ല മടുത്തിട്ട നമ്മൾ അടിപൊളിയായിരുന്നു. ആര്യനും നമ്മൾ സഹകരിച്ച് നിന്ന്, ഓന് ഒട്ടും ഇത് കരഞ്ഞോന്നും ആക്കിയിട്ടില്ല. ഓനിങ്ങനെ ഓടി നടന്ന് കളിക്കാനുള്ള സ്ഥലം ഉണ്ടായിരുന്നു വെസ്റ്റ് സൈഡ്. നമ്മളിങ്ങനെ ഓനെ വിട്ട് കളിച്ചോ എന്ന് പറഞ്ഞിട്ട് കണ്ട 299, പിന്നെ 499 ജീൻസ് എല്ലാം 699 നല്ല ജീൻസ് കാര്യങ്ങളെല്ലാം കിട്ടി. പിന്നെ അടുത്ത് നമ്മൾ പിന്നെ ഇറങ്ങി. പിന്നെ കണ്ണാടി കണ്ട ഒരു സെൽഫി, വീഡിയോ, ഫോട്ടോ ഇപ്പോൾ എന്താണെന്നറിയില്ല, ഭയങ്കര ഇഷ്ടമാണ്. അതായത് നമ്മളവിടെ നിന്ന് ഇറങ്ങിയിട്ട ഷോപ്പിംഗ് ചെയ്ത് തളർന്ന് അതിലേക്ക് എൻ്റെ അമ്മ ചത്ത്. രാവിലെ എത്ര മണിക്ക് വന്നു അമ്മ? 10 മണിക്ക് മുമ്പ് ഇറങ്ങി. ഇപ്പം സമയം 7:15. എൻ്റെ അമ്മ. അടുത്തത് മാക്സ്. എവിടെല്ലാം കണ്ടു? വിശാൽ കഴിഞ്ഞു, ബാർബിക്യൂ നേഷൻ കഴിഞ്ഞു. അടുത്തത്
നമ്മളുണ്ടല്ലോ മാക്സിൻ്റെ ബിൽഡിങ്ങിലാണ് നമ്മൾ കാറിട്ടത്. എന്നിട്ട് നമ്മൾ മാക്സിൽ കയറിയിട്ട് അതിന് അതിൻ്റെ അടുത്തുള്ളത് വെസ്റ്റ് സൈഡിലും പിന്നെ വിശാലെല്ലാം കയറിയിട്ട് തിരിച്ച് പോകാൻ വേണ്ടി വന്നപ്പം അമൽ സാറിന് മാക്സിലും കൂടെ കയറാം, എന്തായാലും ഇവിടെ കാറിട്ടതല്ലേ, അവർക്കൊരു സങ്കടം ഉണ്ടാന്ന് വിചാരിച്ച് പിന്നെ മാക്സിൽ കയറി. പക്ഷെ മാക്സിലുണ്ടല്ലോ നമ്മൾ വെസ്റ്റ് സൈഡിൽ അത്രയും കണ്ടുകൊണ്ടായിരിക്കും നമുക്ക് അത്രയും കളക്ഷൻസ് തോന്നിയിട്ടാണ് മാക്സിൽ. ഓഫറും കാര്യങ്ങളെല്ലാം ഉണ്ടായി, 199 കുർത്താസും കാര്യങ്ങളെല്ലാം ഉണ്ടായി. പക്ഷേ അത്രയും കളക്ഷൻസ് പോരായിരുന്നു എന്ന് തോന്നി ഞങ്ങൾക്ക്. പിന്നെ നമ്മൾ അവിടെ നിന്ന് പെട്ടെന്ന് ഇറങ്ങി, കുറേ സമയമൊന്നും അവിടെ നിന്നിട്ടില്ല. ഞാനിങ്ങനെ കുറച്ച് വീഡിയോസും കുറച്ച് ഇങ്ങനെ കണ്ണാടി കണ്ടപ്പോൾ അതിൽ കുറച്ച് ഷോ എല്ലാം കാണിച്ചിട്ട് പിന്നെ ഇറങ്ങിയിട്ടാണ്. പിന്നെ നേരെ വീട്ടിൽ വന്നിട്ടാണ് ബാക്കി വീഡിയോ എടുത്തത്. എല്ലാം എത്തി. അപ്പോൾ ബൈ ബൈ. അപ്പം ഇന്നത്തെ വ്ളോഗ് അവസാനിച്ചിരിക്കും. ബൈ.